യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 2 കൊരിന്ത്യർ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചാൽ, അവസാനത്തെ വാക്യം വായിച്ചാൽ നമ്മൾ നിർത്തിയത്. ഒന്നുകൂടി വായിച്ചാൽ. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? കാണുന്നതിനെ അല്ല ഞാൻ നോക്കുന്നത്, കാണാത്തതിനെ. ഈ കാണാത്തത് കാണണമെങ്കിൽ ഈ കണ്ണുകൊണ്ട് പറ്റുമോ? ഇൻവിസിബിൾ കാണാൻ ഈ കണ്ണുകൊണ്ട് പറ്റത്തില്ല. കാണാത്തത് കാണണമെങ്കിൽ ഉൾക്കണ്ണുകൾ, ലെറ്റ് മൈ ഇന്നർ ഐസ് ബി എൻലൈറ്റൻഡ്, അങ്ങനെയല്ലേ വചനത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഉൾക്കണ്ണുകളൊന്ന് ഉണ്ട് ദൈവമക്കളെ, ഉൾക്കണ്ണുകളുണ്ട്. ഈ കാഴ്ചപ്പാടൊക്കെ ഏതിൻ്റെ പുറത്തിരിക്കുന്നതെന്നറിയാം? ഉൾക്കണ്ണ് പ്രകാശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഉൾക്കണ്ണ് പ്രകാശിച്ചില്ല, സ്വർഗീയമായത് കാണാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു സ്വിച്ച് പോലെ അറിയും. ഒന്നി അത്, അല്ലെങ്കിൽ നേരെ ചേഞ്ച് ഓവറായിട്ട് ഇപ്പുറത്ത് വന്നു. നമുക്കറിയാമല്ലോ, ജനറേറ്ററൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാറുണ്ട്. ഒന്നീ കറണ്ട് പോയാൽ ഉടനെ ഇൻവെർട്ടറൊക്കെ ചെയ്യുന്ന പോലെ ഉടനെ എന്ത് ചെയ്യും? നേരെ റിലേ ഇപ്പുറത്തോട്ട് അടിക്കും, നേരെ ജനറേറ്ററിലോട്ട് മാറും. കറണ്ട് വന്നാൽ എന്ത് ചെയ്യും? ജനറേറ്ററിൽ നിന്ന് എടുത്ത് ഉടനെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്നീ സ്വർഗീയമായത് കണ്ടിരിക്കണം. കാണാൻ വേണ്ടി ആ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന, അതിനാണ് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുന്ന വചനത്തിൽ കൂടെ ഇടപെടുന്നത്. സ്വർഗീയമായത്, കാണാത്തത്, നിത്യഭവനം, ഒരു വലിയ തേജസ്സുള്ള ശരീരം ഞാൻ പ്രാപിക്കാൻ പോകുന്നത് കണ്ടിരിക്കണം. കണ്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മുടെ ഈ കണ്ണുകളാണ് പ്രകാശിക്കാൻ പോകുന്നത്. അപ്പോഴാണ് ഇതെല്ലാം ലോത്തിൻ്റെ കണ്ണായി തീരുന്നത്. അപ്പോഴാണ് പിന്നെ ലോത്തിൻ്റെ കൂട്ടും ശൗലിൻ്റെ കൂട്ടും കണ്ടതൊക്കെ നല്ലതൊക്കെ ഞാനിങ്ങ് എടുത്തു, ഞാനിങ്ങ് കൊണ്ടുവന്ന് കർത്താവ് പറഞ്ഞതൊക്കെ പിന്നെ കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ പോരെ. അഭിഷേകം നഷ്ടപ്പെട്ടു. ശൗലിന് എന്തോ സംഭവിച്ച, ലോത്തിന് എന്തോ സംഭവിച്ച, ശപിക്കപ്പെട്ടവനായി തീർന്നു. അപ്പം അതുപോലായി തീരാതെ, ഏശാവിനെ പോലായി തീരാതെ, ലോത്തിനെ പോലായി തീരാതെ, എത്ര വ്യക്തമായിട്ടാണ് വചനത്തിൻ്റെ അത് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഓർപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഈ ലോകത്തിൻ്റെ മഹത്വം കാണാതിരിക്കണമെങ്കിൽ ഉൾക്കണ്ണുകൾ പ്രകാശിക്കണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോകത്തിൻ്റെതായിരിക്കും നമുക്ക് പ്രാധാന്യത. അത് നിശ്ചയം. അപ്പോൾ ഒരാളെ ഫലം കൊണ്ടാണല്ലോ വൃക്ഷം തിരിച്ചറിയുന്നത്. ഒരാളെപ്പോഴും സംസാരിക്കുന്ന ലോകത്തിൻ്റെ ധനം, ലോകത്തിൻ്റെ കാര്യങ്ങൾ, ലോകത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോകത്തിൽ വിഷയം, ലോകത്തിലെ സുഖജീവിതമാണെങ്കിൽ ആ വ്യക്തി ഇനി സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും പ്രായമുള്ളവരും ചെറുപ്പക്കാരനാണെങ്കിലും ദൈവദാസനാണേലും ആ വ്യക്തിയുടെ ഉൾക്കണ്ണ് എന്ത് ചെയ്യുന്നില്ല? ഒരിക്കൽ പ്രകാശിച്ചതായിരിക്കും, ഇപ്പം എങ്ങനെ ഇരിക്കുക? മങ്ങിപ്പോയി. ഈ മങ്ങിയ ഹൃദയവും മങ്ങിയ അഭിഷേകവും മങ്ങിയ പ്രത്യാശ മങ്ങിയ കണ്ണുകളൊക്കെ പ്രകാശിക്കുവാൻ ആത്മാവിൽ നമ്മളെ ഒന്ന് ജീവിപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ ആത്മാവിൽ ജീവിപ്പിക്കുവാൻ വേണ്ടി ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. ഇപ്പോൾ വളരെ വ്യക്തമായിട്ടല്ലേ ഇരിക്കുന്നത്? കാണുന്നതിനെയല്ല, കാണാത്തതിനെയാണ് നോക്കുന്നത്. ഇനി അത് നേരെ റിവേഴ്സ് ഇട്ടേ. കാണാത്തത് കാണുവാൻ കഴിയുന്നില്ല. ഇവിടുത്തെ വിഷയങ്ങളെല്ലാം, അതിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൗമിക വിഷയങ്ങൾ, നന്മ മാത്രമല്ല പ്രശ്നങ്ങളും അതൊക്കെ വലുതായിട്ട് കാണാൻ തുടങ്ങിയാൽ തീർന്നില്ലേ ക്രിസ്തീയ ജീവിതം? നമ്മളിങ്ങനെ ആദ്യം കയറി ജീവിക്കുന്ന ഒരു ജീവിതം. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയായി തീരും? ഇന്നലെ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ പത്രോസിൻ്റെ കാര്യം ഞാനും ചിന്തിക്കുവാണ്. മത്തായ സുവിശേഷം 14-ാം അധ്യായം 28, 29, 30 അവിടെ എഴുതിയിരിക്കുന്നത്. ആ യേശു കർത്താവ് വെള്ളത്തിന്മീതെ നടക്കുന്ന കണ്ടിട്ട് പത്രോസിനൊരാഗ്രഹം, എനിക്കും കർത്താവിൻ്റെ അടുത്തോട്ട് വരണം, എനിക്കും വെള്ളത്തിൽ വിശ്വാസം, കർത്താവ് വിശ്വാസത്താൽ വെള്ളത്തിന്മീതെ നടക്കുന്നുണ്ട്, എനിക്കും അതുപോലെ നടക്കണം. നിങ്ങൾ ആ ഭാഗം ശരിക്കും ഒന്ന് വായിച്ചിട്ടുണ്ടോ? പത്രോസ് ഇറങ്ങി, പത്രോസ് നടന്നു. അല്ലാതെ ഇറങ്ങി ഉടനെ നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും? ഒട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും നമ്മളെ അതിനൊരു വിളിയോട് വേണം. കർത്താവ് പറഞ്ഞിങ്ങി പോരാൻ, അതുകൊണ്ടാണ് കുറച്ചെങ്കിലും നടക്കാൻ പറ്റിയത്. പത്രോസ് വെള്ളത്തിന്മീതെ നടന്നു എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ചേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പടകിൻ്റെ തൊട്ടടുത്തല്ല കർത്താവ് നിന്ന്, കർത്താവിനെ മാറി അവർ കണ്ടത്. തൊട്ടടുത്തൊക്കെയാണ് ഇവർക്ക് എടുത്ത് ചാടാമായിരുന്നു. കർത്താവിൻ്റെ അടുത്തോട്ട്, കർത്താവിൻ്റെ കരുത്തോട്ട് തൊട്ടടുത്തല്ല നിന്നത്. കർത്താവ് മാറിയാണ് നിന്ന്. എത്രത്തോളം മാറിയെന്ന് അവിടെ എഴുതിയിട്ടില്ല. എന്തുമായാലും മാറി, അവർക്ക് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷെ നടക്കാൻ കുറച്ചുണ്ട്. പത്രോസ് ഇറങ്ങി വിശ്വാസത്താൽ നടന്നു. പിന്നെന്തോ സംഭവിച്ചു? ഈ നടന്ന് അടുത്തോട്ട് വരാറായപ്പോൾ എന്ത് ചെയ്തു? വിശ്വാസ കണ്ണാൽ താൻ കാണേണ്ട കർത്താവിനെ നോക്കണ്ടതിൻ്റെ പകരം
താൻ ഈ കാറ്റും ഈ വെള്ളത്തിൻ്റെ ആഴവും. ആഴക്കടൽ ഭയങ്കരമാണ് ദൈവമക്കളെ. അതിൻ്റെ കളറങ്ങ് മാറും. കുറച്ച് കഴിഞ്ഞ് കളർ എനിക്കറിയാം, കടലിലൊക്കെ പോയിട്ടുള്ളവർക്ക്, ആഴക്കടലിൽ പോയിട്ടുള്ളവർ, നേവി കപ്പലിലൊക്കെ ഞങ്ങൾ ഉള്ളിൽ പോയിട്ടുണ്ട്. അല്ലാതെ തന്നെ കപ്പൽ യാത്ര ചെയ്തവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കപ്പൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ സെയിലിംഗ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നവരിപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇവിടെ ഈ ഇളം പച്ചയൊക്കെ കാണും, അല്ലെങ്കിൽ ഒരു ഇളം നീലയൊക്കെ കാണുന്നത്. അങ്ങോട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് കടുപ്പമാ കളർ. കാരണം എന്നാ? ആഴം ഭയങ്കരമാണ്. അവിടുത്തെ ആഴം, അല്ലെങ്കിൽ വെള്ളം പരിചയമുള്ള പത്രോസ് പേടിച്ച് പോകണമെങ്കിൽ ആഴമുണ്ടായിട്ടല്ലേ. ഒരു 2 ആൾ 3 ആളൊന്നും വെള്ളത്തിൽ കിടന്ന് പയറ്റുന്നവർക്ക് പേടിയില്ല. 2 ആൾ 3 ആൾ വെള്ളമൊന്നും പേടിയില്ല. പക്ഷേ പത്രോസ് ഭയപ്പെട്ടു. കാറ്റ്, കോള്, ആഴം. അവിടെ എന്തോ സംഭവിച്ചത്? ഇവിടെ നമ്മൾ കണ്ടത് കാണേണ്ടതിനെയല്ല കണ്ടത്. കർത്താവ് പറഞ്ഞില്ലേ വരാൻ, ഈ വെള്ളത്തിൽ കൂടെ അല്ലേ വരാൻ പറഞ്ഞത്. പറഞ്ഞവൻ ആരാ? അത് ചിന്തിക്കാൻ പറ്റിയില്ല. അത് ഇടയ്ക്ക് ഒരു നിമിഷം മറന്നുപോയി. കാരണം തൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. ഈ ഉൾക്കണ്ണൊക്കെ മാറിപ്പോയി. താൻ തൻ്റെ ഭൗമിക കണ്ണുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട നിമിഷം മുങ്ങാൻ തുടങ്ങി. അതുവരെ മുങ്ങിയോ ദൈവമക്കളെ? അതുവരെ മുങ്ങിയോ? ഇല്ല. അപ്പോൾ ഈ പ്രശ്നത്തെ നോക്കി മുങ്ങാൻ തുടങ്ങി. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തിന് പത്രോസിനെ പറയുന്നു? പത്രോസ് നമ്മളെക്കാളൊക്കെ ബലമുള്ളവനായിരുന്നു. അത് കഴിഞ്ഞ് അഭിഷേകം പ്രാപിച്ചപ്പോൾ അതിശക്തനായിട്ടില്ല. അല്ലേ തന്നെ വെള്ളം പരിചയമുള്ളവനാണ്. ഇതൊന്നും ലോകത്തിൻ്റെ പരിചയമോ, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് സാഹചര്യം, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ കടലിൽ കിടന്ന് കളിക്കുന്നവൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നവൻ, ജോലി ചെയ്യുന്നവൻ, പകൽ വെള്ളത്തിൽ ജോലി ചെയ്യുന്നവൻ അവിടെ ഭയന്ന് പോയത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ കണ്ണ്, അയ്യോ എന്തായിത്തീരും, നാളെ ആ പ്രശ്നം എന്തായിത്തീരും, ഈ പ്രശ്നങ്ങൾ ഓർത്ത് നീറാൻ പോയാൽ മുങ്ങും. നമ്മൾ മുങ്ങുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാം? നമ്മൾ വിശ്വാസത്തിൽ ഒന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത, വചനത്തിലൊന്ന് ആഴത്തിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഏകാഗ്രതയോട് ഇരിക്കുക എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിക്കുന്നതിൻ്റെ കാരണം, ഏകാഗ്രതയോട് ഇരിക്കണമെങ്കിൽ ഹൃദയം ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ഞാൻ ഉദ്ദേശിച്ച അലട്ടുന്ന ഒരു വിഷയവും ഹൃദയത്തിൽ ഉണ്ടാകാൻ, ഒരു ചിന്തകളും ഉണ്ടാകാൻ, അവിടെയല്ലേ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നു. അത് ഈ ലോകത്തിൻ്റെ മെഡിറ്റേഷൻ ആണെങ്കിൽ പോലും എല്ലാ വിഷയങ്ങളും മാറി മനസ്സിനെ ആ കൺട്രോളിൽ കൊണ്ടുവരിക. ഇവിടെ നമ്മൾ കർത്താവിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് മനസ്സിനെ ഏത് കൺട്രോളിൽ കൊണ്ടുവരിക? പരിശുദ്ധാത്മാവിൻ്റെ. എന്തെങ്കിലും എന്നെ അലട്ടുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ഞാനിങ്ങനെ വചനവുമായിട്ടിരിക്കും, ഇങ്ങനെ ഇരിക്കും, ഒന്നും വെളിപ്പെടുത്തില്ല. ഞാൻ പലപ്പോഴും കുടുംബത്തോട് പറയാറുണ്ട്, എല്ലാത്തിനെയും അവസാനത്തെ, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവസാനത്തെ ഇതിനെയും കൂടെ കിടത്തിയിട്ട് എനിക്കൊന്ന് ദൈവസന്നിധിയിൽ വചനവുമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പലപ്പോഴും ഈ ശനിയാഴ്ച വൈകിട്ടാണെങ്കിലും ഈ കുക്കിങ്ങൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അതൊരു 11-11:30 വരെയൊക്കെ പോകും. കാര്യങ്ങളെല്ലാം കൂടെ, പിള്ളേരുടെ എല്ലാം കൂടെ. അതും കഴിഞ്ഞിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാനൊരു 2 മണി വരെയൊക്കെ സാധാരണ ഇരിക്കുന്നത്. ഇത് ശനിയാഴ്ചത്തെ വർഷങ്ങളായിട്ടുള്ള എത്ര നമ്മൾ നോക്കിയാലും കാര്യം വേറൊന്നുമല്ല, എല്ലാം ഭവനത്തിലെ കാര്യങ്ങളൊക്കെ ശബ്ദമൊന്നും. നമുക്ക് ഏകാഗ്രത വേണേ, അലട്ടുന്ന അല്ലെങ്കിൽ ഒരു ചിന്ത, അതിന് എന്തെങ്കിലും എന്നെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം, ഞാൻ എൻ്റെ വിഷയം പറയാം, നമ്മളെല്ലാവരും അങ്ങനെ, അതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറി ദൈവം ആ വിഷയത്തിന് കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവിൻ്റെ കരങ്ങൾ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ തിരുവചനത്തിൽ നിന്ന് എന്തെങ്കിലും വെളിപ്പെടുത്തുള്ളൂ. സത്യമല്ലേ? അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മളൊക്കെ അല്ല ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടായിരിക്കണമെങ്കിൽ, നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിക്കണമെങ്കിൽ, നമ്മുടെ ഭൗമിക കണ്ണുകളൊന്ന് അടച്ച് അതൊന്ന് മാറ്റി വെച്ച് ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ. താഴോട്ട് വരുമ്പോൾ അടുത്ത അധ്യായം ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് അങ്ങനെ പ്രകാശിക്കുമ്പോഴാണ് നമ്മൾ കാണാൻ പോകുന്ന മോശയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ. 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, താൻ ഫറവോയുടെ പുത്രിയുടെ മകൻ എന്ന് ആ രാജകുടുംബത്തിലെ പ്രിൻസ്, പ്രഭു എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ദൈവമക്കളോടുകൂടി കഷ്ടം സഹിക്കുന്നത് നല്ലതെന്ന് തിരഞ്ഞെടുത്തു. അവിടുത്തെ ഫറവോൻ്റെ കൊട്ടാരത്തിലെ നിക്ഷേപത്തേക്കാൾ ക്രിസ്തുവിൻ്റെ ധനം, അതാണ് വലിയ. കഷ്ടത സഹിക്കുമ്പോൾ കിട്ടുന്ന ആ സ്വർഗീയ ധനം, ആ മഹത്വത്തിൻ്റെ ധനം, അതാണ്. ഇത് എങ്ങനെ പറ്റി മോശയ്ക്ക്? അവിടെ രത്നങ്ങൾ കിടന്ന് പ്രഭു എന്നുള്ള സ്റ്റേറ്റസിൽ നിന്ന് കഴിഞ്ഞാൽ ആ രാജകുടുംബത്തിലെ ട്രഷറിയിലെ തനിക്കുള്ള അവകാശം നല്ല രാജകീയമായിട്ട് സൂപ്പർ ലക്ഷറി ജീവിക്കാം. നിങ്ങൾക്കൊക്കെ അറിയാം, ഷെയ്ഖുമാർ ജീവിക്കുന്നത് സൂപ്പർ ലക്ഷറിയിൽ, ഒന്നിനും ഒരാഗ്രഹം വരിക ഉടനെ അതങ്ങ് സാധിക്കുക, അങ്ങനെ വേണേൽ ജീവിക്കാം. പക്ഷെ അതിനേക്കാൾ എന്തുവാ? ക്രിസ്തുവിൻ്റെ ധനം. കഷ്ടതയെക്കൂടും, നിന്നയെക്കൂടും. അത് എത്ര വ്യക്തമായിട്ടാണ് മോശയ്ക്ക്, പഴയ നിയമക്കാരനായ മോശയ്ക്ക് അത് മനസ്സിലായ പരിശുദ്ധാത്മാവിനാൽ അല്ലേ നാം പുതിയ നിയമ ഭക്തർക്ക് എത്രയും അധികം നിറവാ തന്നിരിക്കുന്നത്. ഇവിടെ 5-ാമത്തെ, ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് കൂടാരമായ ഭൗമ ഭവനം.
ഇത് അഴിഞ്ഞു പോയാലും എനിക്കെന്തുണ്ട്? മനുഷ്യന് കൈപ്പണിയല്ലാത്ത പല കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. ഇവിടുത്തെ കഷ്ടത നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രാപിക്കും? സ്വർഗീയ സന്തോഷം പ്രാപിക്കും. തേജസ്സിൻ്റെ നിത്യകാലം അനുഭവിക്കാൻ കഴിയും. യേശുവിൻ്റെ ജീവൻ എന്നിലേക്ക്, ദ ലൈഫ് ഓഫ് ജീസസ് വിൽ ബി മാനിഫെസ്റ്റഡ് ഇൻ അസ്. അങ്ങനല്ലേ നമ്മൾ വായിച്ചത്. അതിനുവേണ്ടി നമ്മൾ കർത്താവിൻ്റെ ക്രൂശ് ശരീരത്തിൽ വഹിച്ചാലേ പറ്റും. അപ്പോൾ നമ്മൾ വില കൊടുക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത്. എന്നിട്ടാണ് ഇവിടുത്തെ ഈ ജീവിതത്തിന് പ്രാധാന്യതയൊന്നുമില്ല. കൂടാരമായ ഈ ഭൗമഭവനം, നമ്മുടെ ഭവനം പോയാലും സ്വർഗത്തിലൊരു ഭവനം കിട്ടും എന്ന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ചിലപ്പോൾ ഇവിടെ സ്വന്തമായ ഭവനം ഉണ്ടായിരിക്കത്തില്ല. താൽക്കാലിക ഭവനത്തിലോ, ഞാനും ഇപ്പം അങ്ങനെ ഒരു ഭവനത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു താൽക്കാലിക ഭവനത്തിലോ അല്ലെ സ്വന്തം ഭവനത്തിലോ ഈ ഭവനത്തിൻ്റെ കാര്യമല്ല, ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യമല്ല കർത്താവ് പറയുന്നത്. കർത്താവ് എന്തുവാ പറയുന്നത്? ഈ കൂടാരം എന്തുവാ? പൗലോസ് പരിശുദ്ധാത്മാവിനാൽ അലങ്കാര ഭാഷയിൽ ഈ ശരീരമാകുന്ന കൂടാരം ഇത് അഴിഞ്ഞു പോയാലും കുഴപ്പമില്ല, മനുഷ്യൻ്റെ കൈപ്പണിയല്ലാത്ത ഒരു നിത്യ ഭവനം കർത്താവ് സ്വർഗത്തിൽ. രണ്ടും ഇവിടുത്തെ താൽക്കാലിക ശരീരം അഴിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഒരു നിത്യ തേജസ്സിൻ്റെ ശരീരം അത് മനുഷ്യനാൽ. ഇവിടുത്തെ ശരീരം എങ്ങനെ ഉണ്ടായതാ? എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ബീജങ്ങൾ അല്ലെങ്കിൽ ഇത് ചേർന്നിട്ടാണ്, അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് ഉണ്ടായത്. അവരുടെ ജീനാണ് എൻ്റെ അകത്തുള്ളത്. കുറേയൊക്കെ അപ്പൻ്റെ അമ്മയുടെ പാരമ്പര്യ സ്വഭാവമൊക്കെ നമ്മളിലെല്ലാവരിലും ഉണ്ട്. മോഹച്ചായ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ രൂപം, കളറ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ മാനുഷിക ഫോർമേഷനാണ് ഇല്ലേ? ഇത് പോയാലും കുഴപ്പമില്ല. ഇനി മനുഷ്യൻ്റെ ബന്ധമില്ലാത്ത, മനുഷ്യൻ്റെ കൈപ്പണിയല്ലാൽ, മനുഷ്യൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത, ദൈവത്തിൻ്റെ മാത്രം അംശമുള്ള ഈ അകത്തെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വന്നതാ. അത് സ്വർഗത്തിൽ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ ഒരു സ്വർഗീയ ശരീരം പ്രാപിക്കും. അത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും എൻ്റെ പാരമ്പര്യ സ്വഭാവമൊന്നും അതിന് കാണത്തില്ല. എൻ്റെ ലോകത്തിൽ ഞാൻ പരിചയിച്ച ശീലങ്ങളൊന്നും അതിന് കാണത്തില്ല. ലോകത്തിൻ്റെ ഒരു ക്വാളിറ്റിയും അതിന് കാണത്തില്ല. ലോകത്തിൻ്റെ ഒരു അവകാശവും അതിൻ്റെ മേലില്ല. അത് യേശുവിനെ പോലുള്ള ഒരു ശരീരമാണ്. അത് ദൈവത്തെ പോലുള്ള ഒരു ശരീരമാണ്. അത് ദൈവത്താൽ നിർമ്മിതമാണ്. ദൈവമാണ് എന്നെ അത് നിറയ്ക്കുന്നത്. എത്ര അതാണ് നമ്മുടെ പ്രത്യാശ ഇല്ലേ? ഈ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാലും എനിക്കൊരു നിത്യഭവനമുണ്ട്. ഈ ഭൗമിക ശരീരം അഴിഞ്ഞു പോയാലും മനുഷ്യൻ്റെ കൈപ്പണിയല്ലാത്ത, മനുഷ്യൻ്റെ ഇടപെടൽ അതിൻ്റെ അകത്തില്ലാത്ത ഒരു സ്വർഗീയ ശരീരം പ്രാപിക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്നത് ഇല്ലേ? അതായിരിക്കണം നമ്മുടെ സന്തോഷം. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് അപ്പോസ്തലന്മാരെല്ലാം പറയുന്നു. റോമാലേഖനത്തിൽ പറയുന്നു, ജീവനുള്ളതെല്ലാം ഈറ്റുന്നതോടുകൂടി കാത്തിരിക്കുന്നു ആ മനുഷ്യപുത്രൻ്റെ വെളിപ്പെടൽ. കാര്യം എന്നാ? മനുഷ്യപുത്രൻ യേശു വെളിപ്പെടുമ്പോഴാണ് നമുക്ക് ആ സ്വർഗീയ ശരീരം കിട്ടാൻ പോകുന്നത്. നമുക്ക് ഈ അകത്തെ മനുഷ്യൻ്റെ വളർച്ചയ്ക്കായിട്ടാണോ നമ്മുടെ ഭാരം? ഇനി ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ കാര്യം തന്നെ അങ്ങ് പറയാം. എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട്, എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ കാര്യങ്ങൾ ഭയങ്കര അതിനുവേണ്ടി ഓടുന്നുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ആത്മീയ മനുഷ്യൻ്റെ വളർച്ചയ്ക്കായിട്ട് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട്. ഇനി ഒരു ദിവസം കുഴപ്പമില്ല, നാളെ പ്രാർത്ഥിക്കാം. ഒന്ന് ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞില്ല, വെറുതെ മുട്ടുമടക്കുന്നത്, കുറച്ച് നേരം മുട്ടുമടക്കി നല്ല എക്സസൈസ് എഴുന്നേക്കാം. വെറുതെ ഉപവസിക്കുന്നത്, ഉപവാസവും നല്ലതാണ്. ഇപ്പം ഡോക്ടേഴ്സ് എല്ലാം പറയുന്നു ക്യാൻസറിൻ്റെ ഇതുവരെ ചാകും എന്നാണ് പറയുന്നത്. വൈറസ് അല്ലെങ്കിൽ അതിൻ്റെ ഇതുവരെയും ചാകും. അതുകൊണ്ട് ഇൻ്റർമീഡിയറ്ററി ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് പറയും ഡോക്ടേഴ്സ് പറയും. വെറുതെ ഇങ്ങനെ പട്ടിണി കിടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രതപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ പ്രാർത്ഥനയാണേലും ഉപവാസമാണേലും വചനം ധ്യാനിക്കുവാണെങ്കിലും ഒന്ന് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അങ്ങനെ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രതയോടുകൂടി നമ്മളൊന്ന് ഇരിക്കുക. അത് ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നാളത്തേക്ക് വെക്കും, അത് അടുത്ത ആഴ്ചയായിട്ട്. ഈ ആഴ്ച പല കാര്യത്തിൽ ബിസി ആയിപ്പോയി, അടുത്ത ആഴ്ച. ഇനി ഒരു മാസം നമുക്കൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ശരിക്കൊന്നും ഇരിക്കാൻ പറ്റിയില്ല, നമുക്കതിന് വലിയ വിഷമമൊന്നും കാണത്തില്ല. പക്ഷെങ്കിൽ ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് ഒരു ദിവസം പോലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക, അങ്ങനെ ഒരു വ്യക്തി, അതിന് ഞാനാണല്ലോ നിങ്ങളാണല്ലോ, എനിക്കെൻ്റെ ഈ കൂടാര ഭവനത്തെയാണോ പറ്റി വിഷയം, അതോ എൻ്റെ നിത്യഭവനത്തെയും നിത്യ ശരീരത്തെ പറ്റിയാണോ വിഷയം? നിങ്ങൾ എന്നെ പറ്റി തന്നെ പറഞ്ഞു. നിങ്ങൾ പറ,
എനിക്ക് എൻ്റെ ലോകത്തിലെ വിഷയങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് നടക്കണം. ആത്മീയ വിഷയം അത് പിന്നീടത്തേക്ക് മാറ്റി വെക്കുന്നു. അതിനി എന്നെ വിളിച്ച വിളി പോലെ എനിക്ക് അങ്ങോട്ട് കർത്താവിന് വേണ്ടി സ്വർഗ്ഗരാജ്യത്തിന് പ്രയോജനമായി തീരുവാൻ കഴിഞ്ഞില്ല, അതങ്ങ് മാറ്റി വെക്കും, പോസ്റ്റ്പോൺ ചെയ്യുക. വേണ്ടാന്ന് ആരും വെക്കുന്നില്ലെന്ന് എനിക്കറിയാം, പോസ്റ്റ്പോൺ ചെയ്യുക, അത് പിന്നീടാണ്. അതിന് അത്രയും നമ്മൾ പ്രാധാന്യത കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ കൂടാരമല്ലേ വിഷയം. ഇനി താഴോട്ട് വരുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവും. യെസ്, 2:3. ഈ കൂടാരത്തിൽ ഞെരുങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. ഇവിടെ നഗ്നരായിട്ടല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു? പക്ഷെ ഞാൻ വാഞ്ചിക്കുന്നത് എന്തിനു വേണ്ടിയാ? എപ്പോഴാ നമുക്ക് ഈ ഡ്രസ്സൊക്കെ വന്നത്? എപ്പോഴാ ഈ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ ഭൗമിക ഡ്രസ്സുകളൊക്കെ നമുക്ക് വന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന എൻ്റെ വാഞ്ച ഇവിടുത്തെ ഡ്രസ്സോ അല്ല, എൻ്റെ ശരീരത്തെ കരുതുന്ന കാര്യങ്ങളല്ല, ശരീരത്തെ കരുതുന്ന ഭവനമല്ല. ഞാൻ വാഞ്ചിക്കുന്ന എന്തിനാണ്? നിത്യഭവനത്തിന് വേണ്ടി ഞാൻ വാഞ്ചിക്കും. നമുക്ക് ആ വാഞ്ച ഉണ്ടോ? താഴോട്ടെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ അതിനു വേണ്ടി ഞരങ്ങുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ എന്ത് ചെയ്യുന്നു? ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. കാരണം എനിക്ക് വേണ്ട പോലെ തേജസ്സിനാൽ നിറയപ്പെടുവാൻ കഴിയുന്നില്ല. അതാണ് വിഷയം. എനിക്ക് വേണ്ട പോലെ എന്ത് ചെയ്യുന്നില്ല. ഈ റോമാലേഖനത്തിൽ ഞാൻ പറഞ്ഞില്ല, 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, സൃഷ്ടി മുഴുവനും ഈറ്റുനോവോടുകൂടി ഒരു പ്രസവവേദന വരുന്ന പോലെ കാത്തിരിക്കുന്നു. ഒരു സ്ത്രീ പ്രസവവേദന അനുഭവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ സന്തോഷം വരുന്നത്, അതുവരെയും ആ വേദന സഹിക്കുക എന്ന് പറയുന്ന പോലെ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം അതിൻ്റെ വേദനയും കഷ്ടതയും നിന്നയും ഒക്കെ ഞാൻ സഹിക്കുന്നു. എന്തിനാണ് ഞാൻ സഹിക്കുന്നത്? ഒരു സ്വർഗീയ ശരീരം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി, ഒരു സ്വർഗീയ ശരീരം പ്രാപിക്കുവാൻ വേണ്ടി ആ ദിവസമാണ്. അതിനുവേണ്ടി ഞാൻ ഐ എം ബേർഡൻഡ് വിത്ത് എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. ഈ ഞെരുക്കം വല്ലതും നമുക്കുണ്ട്? ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ ഭാരപ്പെട്ട് ഞെരുങ്ങുന്നു. കാരണം എന്തുവാ? ഇതെല്ലാം മാറി ഒരു തേജസ്സുള്ള ഒരു ശരീരം, ഒരു നിത്യമായത്. അതെന്നാ കർത്താവ്? ഭക്തന്മാരെല്ലാം പാട്ടുകൾ എഴുതിയത് അങ്ങനെ. ഇന്നത്തെ ദൈവമക്കൾ പലരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ, ഓ പൗലോസിനെയും പത്രോസിനെയും കാലം തൊട്ട് ഇപ്പം കർത്താവ് വരുമോ എന്ന് പറഞ്ഞു. ഇതുവരെ വന്നില്ലല്ലോ. എത്ര പേര് എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യമാണ് ദൈവസന്ധി പറയുന്നത്. ഇതുവരെയും കർത്താവ് വന്നല്ലോ. ചുമ്മാതാ പാസ്റ്റർ, കർത്താവ് ഒന്നും ഉടനെ. കാരണം എന്നെ പ്രത്യാശയില്ലാത്തതുകൊണ്ടല്ലേ. പരിശുദ്ധാത്മാവുള്ളവർക്കറിയാം നമ്മളെ കർത്താവിൻ്റെ വരവിൻ്റെ സമയം അടുക്കുമ്പോൾ. യേശു കർത്താവിന് പോലും ഗെത്സമന തോട്ടത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നതിന് മുമ്പേ എന്തുണ്ടായി? ഒരു വലിയ ഭാരമുണ്ടായി. ഈ ഒരു ആത്മഭാരവും ഈ ഒരു നിത്യഭവനം, നിത്യശരീരം പ്രാപിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ഭാരം, ഐ എം ബേർഡൻഡ് വിത്ത്. ആ ഭാരം വല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നമ്മളെല്ലാം ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് പോകുകയും ഇനി ഭൗമിക വിഷയം എൻ്റെ കാര്യങ്ങൾ നടക്കണം, അതിനുവേണ്ടി ഊസിച്ച് ഭാരപ്പെടുന്ന ഭാരത്തെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. അത് നമ്മൾ മാത്രമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എടപ്പള്ളി പള്ളിയും കല്ലൂർ പള്ളിയൊക്കെ അല്ലേ അടുത്തോളം. അവിടെ ചെന്ന് ഫ്രണ്ടിൽ ചെന്ന് മെഴുകുതിരിയും വെച്ച് കരയുന്നവരും എന്ത് ചെയ്യുന്ന? ഭാരപ്പെടുക ഭൗമിക കാര്യങ്ങൾ നടക്കാൻ. ഈ 18 പടി കയറുന്ന എന്തിനാണ്? ഈ അവിടെ വരെയും ചെന്നിട്ട് അറബി നാട്ടിൽ പോയിട്ട് കാബയുടെ ചുറ്റുന്ന എന്തിനാണ്? ഈ വെയിലെല്ലാം കൊണ്ടിട്ട്, അവിടുത്തെ വെയിലിൻ്റെ ചൂടറിയാം. ഈ വെയിലെല്ലാം കൊണ്ടിട്ട് ഈ തീർത്ഥാടനത്തിനൊക്കെ പോയി ചുറ്റുന്നത് എന്തിനാ? അവരുടെ ഭൗമിക വിഷയങ്ങൾ നമുക്കും ആ ഭാരമാണോ? ഭൗമിക വിഷയങ്ങൾ നടക്കാത്തതിൻ്റെ ഭാരമാണോ? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാത്തതിൻ്റെ ഭാരമാണോ? അതൊക്കെ ആ വാഗ്ദത്തം എന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അതാണോ വാഗ്ദത്തം? പഴയ നിയമ ഭക്തർക്ക് കൊടുത്ത വാഗ്ദത്തമാണോ? ഇവിടുത്തെ മനോഹര ദേശമാണോ നമ്മുടെ വാഗ്ദത്തം? ലോത്തിൻ്റെ കണ്ണാണോ നമ്മുടെ കണ്ണ്? ഭക്തന്മാർ പഴയ നിയമത്തിലാണേലും അവരൊക്കെ ഉയരത്തിലേക്ക് അവരുടെ കണ്ണുകൾ വെച്ചതില്ലേ? അല്ലെങ്കിൽ കർത്താവ് മോശയോട് പറഞ്ഞ പോലെ പറയും, നീ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും. പ്രൈസ് ലോർഡ്. അങ്ങനെ നമ്മളോട് ആരോടും പറയാതിരിക്കണമെങ്കിൽ ദൈവമക്കളെ, ഇവിടെ എത്ര വ്യക്തമായിട്ട് ഇത് വലിയ ആഴമേറിയ കാര്യങ്ങൾ. ഇതൊന്ന് വീണ്ടും വായിച്ചാലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വായിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഐ ആം ബേർഡൻഡ് വിത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ വളരെയധികം ഭാരപ്പെടുന്നു. എന്നാണ് ഞാനൊരു സ്വർഗീയ ശരീരം പ്രാപിക്കാൻ പോകുന്നത്? എന്നാണ് ഈ നശിച്ച മർത്യമായ ശരീരം? അങ്ങനെ പറയുമ്പോൾ വിഷമമുണ്ടോ? ആരും എന്നെ കല്ലെന്ന് അറിയല്ലേ. നമ്മൾ ഈ കൂടാരമാണ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാൻ നോക്കുന്നില്ലേ? കൂടാരത്തിൻ്റെ മേളിൽ കോൺക്രീറ്റ് ഇട്ട് വല്ലതും പിടിക്കുമോ? സിമെൻറ്റ് പണി അറിയാവുന്നവർക്കറിയാം. കൂടാരം ഇങ്ങനെ ഇരിക്കുകയല്ല, അതിന് ഒരു ബലമില്ലല്ലോ. പിന്നെ എങ്ങനെ? പപ്പയ്ക്കൂട്ടൊരു പ്ലോട്ട് കൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഇച്ചിരി തേങ്ങയൊക്കെ പറിക്കാൻ പോയപ്പോൾ 10 വർഷമേ ആയുള്ളൂ. അതിന് തൊട്ടടുത്ത് ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ്സ് പണിതു. 10 വർഷമേ ആയുള്ളൂ.
ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് മുഴുവൻ ഇളക്കിയിട്ട് മേസ്ത്രിമാർ താഴെ നോക്കുക നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഈ 10 വർഷം കൊണ്ട് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് ആ താഴോട്ട് തൂക്കിയിട്ടേക്കുന്ന തൂക്ക് കളിപ്പീര് പണിതുകൊണ്ടും മണൽ പാറപ്പൊടി ഉള്ളായിരുന്നു, സിമെൻ്റൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അതെല്ലാം പോന്നു. ഈ കമ്പിയും നല്ല കമ്പിയും സ്റ്റീലൊന്നും അല്ലായിരുന്നു, റീസൈക്കിൾഡ് ഏതോ ആയിരുന്നു. ആ കമ്പി ഞാൻ നോക്കിയപ്പോൾ തുരുമ്പ് പിടിച്ച് അത് ഇത്രയും വണ്ണമുള്ള കമ്പി അത് മെലിഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം അവർ കൊത്തിക്കളഞ്ഞപ്പോൾ സിമെൻറ്റും പോയി. എന്നിട്ട് ഈ മേസ്ത്രിമാർ അതായത് ഞാൻ കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് അവർ താഴെ ഇരുന്ന് ചർച്ച ചെയ്യുക. 2-3 മേസ്ത്രിമാരും അവരുടെ പണിക്കാരും എല്ലാം ഉണ്ട്. നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെന്തെങ്കിലും ചെയ്ത് അവർ പോകും, പക്ഷേ ഇത് വല്ലതും നിലനിൽക്കുമോ? ബലമില്ല. ഈ കമ്പിയൊക്കെ അല്ല, എൻ്റെ സ്ട്രക്ചറല്ല റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ റീഇൻഫോഴ്സ് അത് കളിപ്പീര് പണിതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ആ കമ്പി ഇങ്ങനെ കുറച്ച് തുരുമ്പ് പിടിച്ച കൊടക്കമ്പി പോലായിട്ടുണ്ട് ആ കമ്പികളെല്ലാം. അതിൻ്റെ മണ്ടയ്ക്ക് എന്ത് സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കാൻ പറ്റും? എന്നാലും അവരെന്തെങ്കിലുമൊക്കെ മേസന്മാർ ചെയ്ത് പോകും, അവരുടെ കൂലി കിട്ടണ്ടേ, അവർ ചെയ്ത് പോകും. 2 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വീണ്ടും അതെന്ത് ചെയ്യും? ഈ കൂടാരത്തിൻ്റെ മേൽ ബലമില്ലാത്തതിൻ്റെ മേൽ സിമെൻ്റ് ഇട്ടാവല്ലോ. ഇവിടുത്തെ ജീവിതം അങ്ങോട്ട് ഉറപ്പിക്കണം. ഇവിടെ ഞാൻ ഉള്ളിടത്തോളം അടിപൊളിയായിട്ട് ജീവിക്കണം, സന്തോഷം, ഇവിടെ അങ്ങ് രാജാക്കന്മാരായിട്ട് ഇവിടെ അങ്ങ് അല്ലല്ലോ ഭൗമിക ദൈവസന്നിധി നിലനിൽക്കാൻ കഴിയത്തില്ല. കഷ്ടത വരുമ്പോൾ എന്ത് ചെയ്യും? ഇനി അന്ത്യനാളുകളല്ലേ, പ്രതികൂലങ്ങൾ വരും. ഇപ്പം വടക്കിന്ത്യയിലല്ലേ ഉള്ളൂ, കേരളത്തിലും വരും. നിങ്ങൾ എങ്ങോട്ട് ഓടും? നിങ്ങൾ ഏത് രാജ്യത്തിൽ പോയാൽ അവിടും വരും കഷ്ടത. കർത്താവ് നമ്മുടെ വിളിയിൽ നമ്മളെ ഒരുക്കാൻ വെച്ചിരിക്കും. ഏത് രാജ്യത്തിൽ പോയാലും എന്തു ചെയ്യും? ഏത് സംസ്ഥാനത്തിൽ പോയാലും കർത്താവ് നമ്മളെ തീച്ചൂരുടെ അനുഭവത്തിൽ കൂടി കടത്തി വിടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരുക്കണമെങ്കിൽ കർത്താവ് ഒരുക്കി ഇരിക്കും. നമ്മൾ ഈ കഴിഞ്ഞ 3, 4, 5 അധ്യായം 1 കൊരിന്ത്യർ മുഴുവനും ആ സഭയുടെ പാപത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ട്. ആദ്യം പാപത്തിന് എന്ത് ചെയ്യണം? ജാതികൾ കേട്ടാൽ ഞെട്ടുന്ന പാപത്തിലായി, ആത്മാവിൽ ക്ഷീണിതരായി, കാഴ്ചപ്പാട് മാറി. ഭൗമികത്തിനൊന്നും ഒരു കുറവില്ല, പട്ടണത്തിലെ സഭയാ, എല്ലാവരും ഭൗമികമായിട്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോഴത്തേക്ക് പാപം അങ്ങ് പെരുകി. അപ്പോൾ 1 കൊരിന്ത്യർ മുഴുവൻ പാപത്തെ പറ്റി. ഈ 2 കൊരിന്ത്യർ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 2 കൊരിന്ത്യർ ഇച്ചിരൂടെ പണി കൂടുതലുള്ളതാണ്. 3-ാം അധ്യായം 4-ാം അധ്യായം അവിടെ മുഴുവൻ ക്രിസ്തുവിൻ്റെ ക്രൂശ് നീ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാതെ യേശുവിൻ്റെ ജീവൻ നിന്നിൽ വരത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണല്ലോ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 1-ഉം 2-ഉം ഈ 5-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നു. ഈ ഭൗമിക അല്ലെങ്കിൽ പുറത്തുള്ളത് അഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഞാൻ ഞരങ്ങുന്നത് എന്തിനു വേണ്ടിയാ? 4-ാമത്തെ വാക്യത്തിലാണത് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. ഐ എം ബീങ് ബേർഡൻ ഗ്രോണിങ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. എന്തുവാ? ഈ ഭൗമിക ശരീരം ഈ പുറത്തുള്ളതൊന്ന് മാറിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ദിവസം നേരത്തെ എനിക്ക് എന്ത് പ്രാപിക്കണം? ആ സ്വർഗീയ പ്രത്യാശ കൊരിന്ത്യർ എഴുതിയിട്ടില്ല, നമ്മൾ വായിച്ചില്ലേ? നിങ്ങളുടെ പ്രത്യാശ ഈ ലോകത്തിലെ ജീവിതത്തിലാണെങ്കിൽ, ഇഫ് യുവർ ഹോപ്പ് ഈസ് ഇൻ ദ ലൈഫ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോക ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കണം, ഇവിടെ പണം വേണം, ഇവിടുത്തെ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യനേക്കാൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന യു ആർ ദ മോസ്റ്റ് പിറ്റിഫുൾ മാൻ എന്നാണ് എഴുതിയേക്കുന്നത്. പിറ്റിഫുൾ, ജാതികളെക്കാൾ കഷ്ടമായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന വാക്കിൽ. ഇതൊന്നും ദേവദാസന്മാർ ചിലപ്പം ഇന്ന് ആളുകൾ പ്രസംഗിക്കത്തില്ലായിരിക്കും, കാരണം ഇതൊന്നും അല്ലല്ലോ നമ്മുടെ ജഡം കേൾക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് നമ്മളെ ഒരുക്കുക. ദൈവമക്കളെ, വിളിക്കപ്പെട്ടവർ ഒരുക്കിയാലേ പറ്റൂ, അല്ലാത്തവർ ഒത്തിരി പേരുണ്ട്. ഈ ഗോളത്തിൽ, ഈ പെന്തിക്കോസ് ഗോളത്തിൽ സ്നാനപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. എൻ്റെ ഭൗമിക വിഷയം നടക്കണം, എൻ്റെ ഭൗമിക വിഷയം അതിനു വേണ്ടി മാത്രം നടക്കുന്ന ഈ ലോക ജീവിതം സുഖമായിരിക്കണം. സ്തോത്രം. അവരങ്ങനെ ചിന്തിച്ചോട്ടെ. പ്രൈസ് ലോർഡ്. അതല്ല സ്വർഗീയ വിളി. എങ്ങനെയെങ്കിലും എനിക്ക് എന്ത് പ്രാപിക്കണം? സ്വർഗീയ ശരീരം. ഈ സ്വർഗീയ ശരീരം വെറുതെ കിട്ടുമോ? ഈ സ്വർഗീയ ശരീരം ഒന്ന് സ്നാനപ്പെട്ടാൽ കിട്ടുമോ? ഈ സ്വർഗീയ ശരീരം ഏതെങ്കിലും സഭയിലെ മെമ്പറായി കിട്ടുമോ? ഇല്ല. ഈ സ്വർഗീയ ശരീരം കിട്ടണമെങ്കിൽ എവിടെ പ്രാപിക്കണം? സകലത്തിലും ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ വളരണില്ല, താഴോട്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം, എനിക്കങ്ങ് ഈ ശരീരം എങ്ങനെയെങ്കിലും വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരണം എന്നൊന്നും എനിക്ക് ജഡത്തിൽ തോന്നിക്കത്തില്ല. എനിക്ക് പോലും ഞാനും മനുഷ്യനാ, നിങ്ങളും മനുഷ്യരാ. എനിക്കും നിങ്ങൾക്കും ഒന്നും തോന്നിക്കത്തില്ല. മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ജഡത്തിൽ എനിക്ക് ആദ്യം തോന്നിക്കുന്നത് എന്തുവാ? മനുഷ്യൻ എന്നുള്ള നമുക്കെല്ലാം തോന്നിക്കുന്നത് എന്താ? ഇവിടെ കുറച്ച് നാളോട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ, ഇനി ഒത്തിരി അങ്ങ് ലക്ഷറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ കഷ്ടതയൊന്നും ഇല്ലാതെ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകണം എന്നല്ലേ നമുക്ക് തോന്നിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളെ ആ സ്വർഗീയ കാഴ്ചപ്പാടിന് വേണ്ടി ഒരുക്കുന്നത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് അച്ചാരമായിട്ട് എന്നെ സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കാം ആസ് എ ഗ്യാരണ്ടി എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദ ലോർഡ് ഹസ് പ്ലേസ് ഹോളി സ്പിരിറ്റ് ഇൻ മീ ആസ് എ ഗ്യാരണ്ടി. ഇല്ലേ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരച്ചാരമായിട്ട് ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ആസ് എ ഗ്യാരണ്ടി ഇരിക്കുന്നത്. അപ്പം എന്നെ സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കാം എന്ന്
ഏറ്റിരിക്കുന്ന ആ ജോലി ഏറ്റിരിക്കുന്നത് ആരാണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? കാര്യസ്ഥനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ടീച്ചറായിട്ട് ഒരു ഗൈഡായിട്ട് എന്നെ ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ കൂടെ നിവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ എന്നിൽ കൂടെ നിവർത്തിക്കുവാൻ കാഴ്ചപ്പാട് വരുന്നില്ലയോ, സമർപ്പിക്കാൻ പറ്റുന്നില്ലയോ, എന്നെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിച്ച്, അങ്ങനല്ലേ മോശയെ ചെയ്ത്, അങ്ങനല്ലേ പൗലോസിൻ്റെ ജീവിതത്തിൽ ചെയ്ത്, അങ്ങനല്ലേ ഈ വിളിക്കപ്പെട്ടവരെല്ലാവരും വിളിച്ചുടനെ വന്നവരല്ലല്ലോ. ഏലിയാവ് ഉൾപ്പെടെ മോശ ഉൾപ്പെടെ ആരും വിളിച്ചുടനെ വന്നവരല്ല. പ്രൈസ് കർത്താവ് എന്ത് ചെയ്തു അവരെ? മോശയോട് ചോദിച്ചാൽ മോശ പറയും വെറും ഇക്ഷ മാത്രമല്ല, 40 വർഷമാണ് നാണം കെട്ട് ദേശത്തുനിന്ന് ഓടി അമ്മായപ്പൻ്റെ ആടുകൾ നോക്കി ആരും അറിയാതെ നിർജ്ജനമായ മരുഭൂമിയിൽ പോയി 40 വർഷം. മോശയോട് ചോദിച്ചാൽ പറയാം എൻ്റെ നല്ല ആയുസ് മുഴുവൻ, ആ ചെറുപ്പം മുഴുവൻ, എൻ്റെ നല്ല ആയുസ് മുഴുവനും നഷ്ടപ്പെടുത്തിയെന്ന് എന്തായാലും മോശ പറയത്തില്ല. എന്നെ നിത്യതയ്ക്കായിട്ട് ഒരുക്കുമായിരുന്നു. ലോകത്തിലെ കനാൻ കിട്ടിയില്ലേലും മോശയുടെ പേര് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ദൈവം ഇവിടെ താൻ ആഗ്രഹിച്ചത് കൊടുത്തില്ലെങ്കിലും സ്വർഗീയ കനാന് തനിക്ക് എന്ത് ചെയ്യും? കിട്ടും നിശ്ചയം. സ്തോത്രം. വചനത്തിൽ അത് പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്കൊരു വീണ്ടും ശുശ്രൂഷയുണ്ടല്ലോ. മോശയ്ക്കൊക്കെ വീണ്ടും ശുശ്രൂഷയുണ്ട്, അത് നമുക്കറിയാം. വചനത്തിൽ നമുക്ക് 2 സാക്ഷികളെ പറ്റിയൊക്കെ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, എനിക്ക് ഈ ശരീരത്തിലിരിക്കുമ്പോൾ എൻ്റെ ജഡത്തിന് കുറച്ച് നാളോട് നന്നായിട്ട് ജീവിച്ച്, ഇപ്പം നമ്മൾ കുടുംബസ്ഥരായിട്ട് ചിന്തിക്കുവാണെങ്കിൽ എൻ്റെ മക്കളൊക്കെ വളർന്നു വന്ന് മക്കളുടെയൊക്കെ നന്മയൊക്കെ കണ്ട് അവരെയൊക്കെ നല്ല സ്ഥാനത്താകുന്ന കണ്ട് എന്നിട്ട് വേണം എനിക്ക് സമാധാനത്തോടുകൂടി കണ്ണടയ്ക്കാൻ. ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരു നല്ല അടക്കം കിട്ടാൻ, അല്ലെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടാൻ എന്നൊക്കെ പലരും ചിന്തിക്കുന്ന ആൾക്കാർ മനുഷ്യനായതുകൊണ്ട് ചിന്തിക്കും. പക്ഷേ ഈ ചിന്തയിൽ നിന്ന് ഇത് ജാതികൾ ചിന്തിക്കുന്ന ചിന്തയാണ്. നമ്മളിപ്പോൾ ഈ ചിന്തിക്കുന്ന, ഞാൻ ഈ പറഞ്ഞ കാര്യം സാധാ മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവൊന്നും ഉള്ളിൽ വേണ്ട. ഇപ്പം ഇങ്ങനെ ചിന്തിക്കാൻ വിളിയും വേണ്ട, പരിശുദ്ധാത്മാവും വേണ്ട, രക്ഷയും വേണ്ട. ജാതികൾ ചിന്തിക്കുന്ന ചിന്തയാണ്. പക്ഷേ ഇതിന് വിപരീതമായിട്ട് ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ, അല്ലെ 4-ാമത്തെ വാക്യത്തിൽ, ഈ ശരീരത്തിലായിരിക്കുന്ന സമയം മുഴുവൻ എനിക്ക് സന്തോഷമില്ല, എനിക്ക് വല്ല വിധേയരെയും ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, സത്യമല്ലേ, ഒരു നീതിയില്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടി കയറിയാലും കണക്കാം, ഒരു നീതിയില്ലാത്ത അനീതി മാത്രമുള്ള നമുക്ക് സന്തോഷം തരാത്ത ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, ഈ നശിച്ച ശരീരം, എപ്പോഴും ക്ഷീണവും ബലഹീനതയൊക്കെ ആയിത്തീരുന്ന ഈ ശരീരത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞ് എനിക്ക് ആ സ്വർഗീയ ശരീരം, മനുഷ്യൻ്റെ കൈ തൊടാത്ത, എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ശരീരം, ഒരു സ്വർഗീയ ഭവൻ, അത് പ്രാപിക്കുവാൻ വേണ്ടി ഞെരുങ്ങുന്നു. ഭക്തന്മാർ അങ്ങനെ എഴുതുന്ന പാട്ടുകളാണ് നമ്മൾ ചില പഴയ പാട്ടുകളൊക്കെ പാടുമ്പോൾ. ആ പാട്ടുകളൊക്കെ പാടണമെങ്കിൽ തന്നെ നമുക്കല്ലാത്തവർ പാടാൻ കഴിയത്തില്ല. പിന്നെ ഈ ദേശത്ത് എന്നെ മാനിക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളങ്ങ് മാനിക്കപ്പെടും, വേറെ ആരും പോയില്ലെങ്കിലും, അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഭൗമിക പാട്ടുകൾ ആണ് ഹാലല് പലപ്പോഴും പരിശുദ്ധാത്മാവില്ലാതെ പാടുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ലോക ജീവിതത്തെ വെറുക്കുവാനും ഈ ലോക ജീവിതത്തിൽ ഞെരുങ്ങുവാനും സ്വർഗീയ ജീവിതത്തെ പറ്റിയുള്ള പ്രത്യാശ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവ്. അങ്ങനെയല്ലേ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നമ്മളെ പണിയുവാനും ഒരച്ചാരമായിട്ട്, അങ്ങനെ അതുകൊണ്ടാണ് ഈ പണികളെല്ലാം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം തൊട്ട് തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ ആരെപ്പറ്റി സംസാരിക്കും? കർത്താവിൻ്റെ. അതുവരെ നീ കർത്താവിനെ പറ്റി സംസാരിക്കത്തില്ല. നീ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ആദ്യം യെരൂശലേമിലും പിന്നെ യഹൂദയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്ത് ചെയ്യും? എൻ്റെ സാക്ഷിയായി തീരും. റോമാലേഖനം 8-ാം അധ്യായത്തിലെല്ലാം എഴുതിയിരിക്കുന്നു, നിന്നെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. നീ സംസാരിക്കേണ്ടത് എന്തെന്ന് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിൻ്റെ നാവിൽ തരും. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പഠിച്ചു വന്നതാ. 1 കൊരിന്ത്യർ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത സ്തോത്രം ആ നിത്യ ഭവനത്തെ പറ്റി, അല്ലെങ്കിൽ ആ സ്വർഗീയ കാഴ്ചപ്പാടിനെ പറ്റി കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ തരുമില്ല. നിങ്ങളുടെ കണ്ണുകൾ അതിന് വേണ്ടി പ്രകാശിക്കട്ടെ. അപ്പം അത് ആര് തരും എന്ന് എഴുതിയേക്കുന്നത്? ദ ഹോളി സ്പിരിറ്റ് വിൽ റിവീൽ ഇറ്റ് ടു യു എന്നാണ് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് വെളിപ്പെട്ട് തരുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും പരിശുദ്ധാത്മാവ്. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു അച്ചാരമായിട്ട്. യേശു കർത്താവ് പോലും പറയുന്നത്, ഈ നിങ്ങളുടെ വിളി എന്തുവാന്ന് മറന്നു പോകുന്നെങ്കിൽ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ പഠിപ്പിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അങ്ങനല്ലേ? ഒന്ന് വായിച്ചേ, യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ
ചെയ്യുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്തുവാ? ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ മറന്നു പോകും. ഞാൻ പറഞ്ഞില്ലേ, ആത്മാവില്ലാതെ ക്ഷീണത്തിലിരിക്കുമ്പോൾ ഒത്തിരി കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുക, സ്വർഗീയ ശരീരം പ്രാപിക്കുക, ഈ ലോകത്തിലെ ജീവിതം അതിനകത്ത് ഒരു സന്തോഷം തരാത്തത് കൊണ്ട് അതിനകത്ത് ഞെരുങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ജഡത്തിനൊരു പിരിമുറുക്കം ഉണ്ടാവും. അതൊന്നും കേൾക്കാൻ അത്ര അക്സെപ്റ്റീവ് അല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ ഇവിടെ യേശു കർത്താവ് പറയുക, ഒരു കാര്യസ്ഥനായിട്ട്, ഒരു ഹെൽപ്പറായിട്ട്, ഒരു ഗൈഡായിട്ട്, സാംസ നീ എങ്ങനെ ചിന്തിച്ചാലും, നീ എന്തൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതിയെ നിൻ്റെ ജീവിതത്തിൽ അതെന്നെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ആരാണ്? അപ്പോൾ പിന്നെ എനിക്കത് മനസ്സിലാകുമ്പോൾ പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത ഭൗമിക വിഷയത്തിന് വേണ്ടി അയ്യോ തരണമേ കർത്താവ് ഇങ്ങനെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എന്തുവാന്ന് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ കർത്താവ് അല്ലെ ലേഖനത്തിൽ, പരിശുദ്ധ സഭയോടുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്നെ പഠിപ്പിക്കും, യേശു എന്നോട് ഉപദേശിച്ച ഉപദേശങ്ങൾ, രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ടല്ലേ യേശു കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ വിളിയെപ്പറ്റി പരിശുദ്ധാത്മാവ്, ഒത്തിരി വർഷങ്ങളായി ഞാനും രക്ഷിക്കപ്പെട്ടു, നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു, ഒത്തിരി വർഷങ്ങളായി കാണും. അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്ക്യൂസ് പറയാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, അയ്യോ കർത്താവ് ഞാൻ എന്ത് ചെയ്തു, അന്ന് പറഞ്ഞതൊക്കെ, രക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞൊക്കെ ഞാനങ്ങ് മറന്നുപോയി. ഒന്ന് ഉറക്കെ പറ, ഞാൻ അന്ന് ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനമൊക്കെ ഞാൻ എന്ത് ചെയ്തു പറയാൻ പറ്റുമോ ന്യായവിധി ദിവസത്തിൽ? നമ്മളൊക്കെ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തവരാ, ചിലപ്പോൾ ഇപ്പോൾ ആ തീരുമാനത്തിലൊന്നും നിലനിൽക്കുവാൻ ബലമില്ല. ഇതൊക്കെ ഓർപ്പിക്കുന്നത് ആരാ? ഒട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ യേശു കർത്താവ് പറഞ്ഞത്, പൗലോസും പത്രോസും ഒന്നില്ല, യേശു താൻ പറയുന്നതാണ്, നിങ്ങളുടെ ഉള്ളിൽ കാര്യസ്ഥനായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോ എങ്ങനെ നിങ്ങൾ നടക്കണമെന്ന് നിങ്ങളെ ഉപദേശിക്കും. കേട്ടോ, ഇത് വ്യക്തിപരമായി എങ്ങനെ നിങ്ങൾ നടക്കണമെന്ന് നിങ്ങളെ ഉപദേശിക്കും. ഞാൻ ഓർപ്പിച്ച ഓരോ കാര്യങ്ങൾ വിൽ ബ്രിങ് ഇൻ ടു റിമെമ്പറൻസ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഓർപ്പിക്കും. അപ്പം അതിനായിട്ടാണ് 5-ാമത്തെ വാക്യത്തിൽ ഇവിടെ നമ്മൾ വായിച്ചത്, കാര്യസ്ഥനായിട്ട്, അച്ചാരമായിട്ട് അതിനു വേണ്ടി ഈ ശരീരത്തിൽ ഞെരുങ്ങുവാനും എത്രയും പെട്ടെന്ന് കർത്താവെ സ്വർഗീയ പ്രത്യാശയ്ക്കായിട്ട് ആഗ്രഹം, എനിക്ക് ഭയങ്കര ഒരു മാന്യത്തോട്ടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ഈ ശരീരം വിട്ടിട്ട് സ്വർഗീയ ശരീരം പ്രാപിച്ച്, ഈ ശരീരം വിട്ട് തേജസ്സാലില്ല ദൈവത്തിൻ്റെ കൈയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തേജസ്സുള്ള ഒരു ശരീരം പ്രാപിച്ച് യേശുവിൻ്റെ കൂടെ നിത്യമായി വസിക്കണം എന്നുള്ളൊരാഗ്രഹം 50% അല്ല, 80% അല്ല, പ്രൈസ് ലോർഡ്, 100ഉം അതിനേക്കാൾ എന്ന് വെച്ചാൽ അതായിരിക്കണം അതിഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി എനിക്ക് ആഗ്രഹം പരിശുദ്ധാത്മാവ് എത്രത്തോളം എൻ്റെ ഉള്ളിലുണ്ട് അതനുസരിച്ചായിരിക്കും ആഗ്രഹം. എനിക്കതല്ല ലോകത്തിൻ്റെ വിഷയം ആഗ്രഹമെങ്കിൽ, കാരണം മീറ്ററാ നമ്മൾ തന്നെ ലോകത്തോട് വെളിപ്പെടുത്തുക, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കുറവാണ്, അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിൽ വന്ന്. 6-ാമത്തെ വാക്യം വായിച്ചത്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയും. ഞാൻ അതുകൊണ്ട് അധൈര്യപ്പെടുന്നില്ലെന്നാ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചില്ലേ? ഞാൻ എന്ത് ചെയ്യുന്നില്ല? 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ? ഞാൻ ഈ ക്രൂശും കഷ്ടതയും ഒക്കെ കർത്താവിൻ്റെ ജീവിതത്തിൽ തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല? അധൈര്യപ്പെടുന്നില്ല. അധൈര്യപ്പെടാതെ 6-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും അധൈര്യപ്പെടുന്നില്ല, എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ഐ എം കോൺഫിഡന്റ് ദാറ്റ് അർത്ഥം മനസ്സിലായോ? ഞാൻ ഈ ശരീരത്തിൽ വസിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ യേശുവിനോട് അകന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശരീരം പ്രാപിച്ച് യേശുവിനോട് അടുത്ത് ജീവിക്കണം എന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പം കൊരിന്ത്യ സഭയോട് ഇത്രയും ആഴത്തിൽ പറയുവാൻ അവരിപ്പോൾ ഒരുങ്ങി അത് കേൾക്കാൻ. ഈ ഒരു ഒരുക്കത്തിലേക്കാണ് എല്ലാ ദൈവമക്കളെയും പണിയേണ്ടത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ, അവർക്ക് മാത്രമുള്ള പേഴ്സണൽ ലെറ്ററാണ് വചനത്തിൽ ചേർക്കത്തില്ലല്ലോ, ഇത് സഭയോടുള്ള ലേഖനമായതുകൊണ്ടാണ് തിരുവചനത്തിൽ ചേർത്തിരിക്കുന്നത്. കർത്താവ് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഞെരുങ്ങുന്നത്? നമുക്ക് എല്ലാവർക്കും ചോദ്യങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, എന്നെ വ്യക്തിപരമായി കാണുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. രാവിലെയൊക്കെ ചില മെസ്സേജുകൾ എനിക്ക് ചോദ്യമായിട്ട് തന്നെ വരുന്നുണ്ട്. ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉയരാം, അത് നല്ലതാണ്, അത് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, എന്തിനാണ് കർത്താവ് ഈ ലോക ജീവിതം ഒന്ന് സുഖമായിട്ട് ജീവിച്ച് അവിടും സുഖമായിട്ട് ജീവിക്കാനാണ് നമുക്കെല്ലാം ഇഷ്ടം. പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ, ഇവിടെ ഒന്നും രസിക്കാതെ, ഇവിടെ എൻജോയ് ചെയ്യാതെ അവിടുത്തെ ജീവിതത്തെപ്പറ്റി ആഗ്രഹിച്ച് ജീവിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് 6-ാമത്തെ വാക്യത്തിൽ, ഈ ശരീരത്തിൽ, ഈ ജഡീക ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം
എനിക്ക് പൂർണ്ണമായിട്ട് കർത്താവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, ഈ പിശാച് എപ്പോഴും ഈ ശരീരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ബലഹീനതയിൽ കൂടെ, നമ്മുടെ ക്ഷീണങ്ങൾ കൂടെ എപ്പോഴും എനിക്ക് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കർത്താവുമായിട്ട് സ്വർഗത്തിൽ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് വസിക്കുന്ന പോലെ വസിക്കുവാൻ കഴിയത്തില്ല. കാരണം ഈ ജഡിക ശരീരമാണ് ഒരു തടസ്സം. പക്ഷെ സ്വർഗീയ ശരീരം പ്രാപിച്ച് വിശുദ്ധിയിൽ ഞാൻ വസിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കർത്താവിനോട് ചേർന്നിരിക്കാം. ഞാൻ ദൂരെയല്ല. ഇപ്പം ഞാൻ എൻ്റെ യേശുവിനിൽ നിന്ന് ദൂരെയാണ്. ഞാൻ പരദേശിയാണ്. ഐ എം ലൈക്ക് എ സ്ട്രേഞ്ചർ എന്നാണ് ചില ട്രാൻസ്ലേഷൻ ഒക്കെ എഴുതിയേക്കുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്? കർത്താവിനോട് ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ യേശുവിനോട് അകന്ന് പരദേശിയായിട്ടായിരിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ശക്തി എനിക്ക് കിട്ടുന്നുള്ളൂ, നിറവ്. കർത്താവിലൊന്ന് ഇച്ചിരിയൊക്കെ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ സ്വർഗീയ ശരീരം പ്രാപിച്ചു കഴിഞ്ഞാലോ, 7ാമത്തെ വാക്യം വായിച്ച്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നത്. കാരണം ഈ പ്രോസസ്സ് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് 8ാമത്തെ വാക്യം അത് വീണ്ടും ഉറപ്പിക്കുക. ഇങ്ങനെ ഞങ്ങളുടെ ഈ ശരീരം, 7ാമത്തെ വാക്യത്തിൽ പറഞ്ഞില്ലേ, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് കാണാൻ കഴിയുന്നില്ല. യേശുവിനെ തേജസ്സുള്ള ശരീരത്തിൽ എന്ത് ചെയ്യാൻ കാണുന്നില്ല, കാണാൻ കഴിയുന്നു. ഈ കാഴ്ചയാലല്ല വിശ്വാസത്താൽ എന്നുള്ള വാക്യമൊക്കെ ഭൗമിക വിഷയത്തിന് വേണ്ടി കോട്ടിക്കളഞ്ഞ് പ്രസംഗിക്കുന്ന ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കാണും, യൂട്യൂബിലൊക്കെ കാണും, സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുക. അതല്ല അതിൻ്റെ അർത്ഥം. 6ാമത്തെ വാക്യം വായിച്ചിട്ട് 7ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന അവസ്ഥ. 6ാമത്തെ വാക്യത്തിൽ പറയുന്നില്ലേ, ഞാൻ യേശുവിൽ നിന്ന് മാറി ഈ ലോകത്തിൽ ഒരു പരദേശിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. യേശുവിൻ്റെ കൂടെ അടുത്തല്ല ഞാൻ ജീവിക്കുന്നത്. ഒരു പരിധി വിട്ട് എനിക്ക് കർത്താവിനോട് ഇപ്പോൾ ഈ ശരീരത്തിരിക്കുമ്പോൾ അടുക്കുവാൻ കഴിയത്തില്ല. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന കാഴ്ചയാലല്ല, വിശ്വാസത്താല. അന്ന് ഞാൻ അവനെ മുഖാമുഖം കാണും. നിങ്ങൾക്ക് മനസ്സിലാവും ആ വാക്കിൻ്റെ അർത്ഥം എന്തുവാണ്? അന്ന് ഞാൻ അവനെ മുഖാമുഖം കാണും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു സ്വർഗമുണ്ടെന്നും അവിടെ യേശു കർത്താവ് ഉണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഞെരങ്ങിക്കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന കാഴ്ചയാലല്ല, എൻ്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസത്താൽ. നിങ്ങൾ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഈ ഫോട്ടോയിൽ ആ ആർട്ടിസ്റ്റ് വരച്ച സ്വർണ്ണമുടിയും നീലക്കണ്ണ് മനുഷ്യനെ അല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ശരിക്കും യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ഇപ്പം നമ്മുടെ ബന്ധം എങ്ങനെ യേശു കർത്താവുമായിട്ട്? നിങ്ങൾ പറഞ്ഞേ, രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട് നമ്മുടെ ബന്ധം എങ്ങനെ കർത്താവിനുമായിട്ട്? നമ്മൾ കാണുന്നില്ല. സ്വർഗം കണ്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന എങ്ങനെയാ? വിശ്വാസത്താൽ. കാഴ്ചയാലാണോ? സ്വർഗം വിശ്വാസത്താൽ. സ്വർഗീയ ഭവനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. എനിക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്ന യേശുവിനെ പോലെ തന്നെ ഒരു തേജസ്സുള്ള ശരീരം കണ്ടിട്ടുണ്ടോ? ഇല്ല. വിശ്വാസത്താൽ. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ ഗ്യാരണ്ടി ആയിട്ട് തന്നിരിക്കുന്നത്. ഈ വിശ്വാസത്തിലാണ് ഈ ലോകത്തിൽ ചില കിട്ടും. എനിക്കൊരു ഇങ്ങനൊരു വിഷയം വേണം, അതിൻ്റെ മോഡൽ നമ്പറൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കിട്ടും. ഇതൊക്കെയല്ല ഇന്നത്തെ പ്രസംഗങ്ങൾ. ഇതല്ല 10-30 വർഷമായിട്ട് മാർക്കറ്റിലുള്ള കിട്ടും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആ കാഴ്ചയാലല്ല വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, തെറ്റിച്ച് കളയല്ല വചനം. തിരുവചനം പരിശുദ്ധാത്മാവിനാൽ എഴുതിയിരിക്കുന്ന നമ്മളെ സ്വർഗീയരാക്കി തീർക്കുവാനാണ്. കാഹളം ഊതുമ്പോൾ സ്വർഗീയ ശരീരം പ്രാപിക്കണം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന യേശുവിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി ആയിരക്കണക്കിന് 1000 ലക്ഷക്കോടിക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറം ഇത്രയും ദൂരെയാണ് ഞാനിരിക്കുന്ന. ഞാനിപ്പം കർത്താവുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാഴ്ചയാലല്ല. ഒരു ഭാര്യ ഭർത്താവ് ഇനി വെറും കടലിൻ്റെ അപ്പുറം, ഗൾഫ് എന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്നത്, ഇപ്പം പല രാജ്യങ്ങളും ഒത്തിരി 2 കടലിൻ്റെ അപ്പുറവും മഹാസമുദ്രത്തിൻ്റെ അപ്പുറമൊക്കെ എപ്പോഴും ആൾക്കാർ പോകുന്നത്. പണ്ട് നമ്മൾ പോകുന്നത് ഈ അറേബ്യൻ കടൽ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പുറം ഗൾഫ്. അപ്പം ഇത്രയും കിലോമീറ്റർ, ഒരു 1500 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ 1500 കിലോമീറ്ററിൻ്റെ അപ്പുറം ആയിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പിന്നെ ഒരു വർഷം മുഴുവനും അല്ലെങ്കിൽ 2 വർഷം മുഴുവനും അന്നത്തെ പഴയ എയറോഗ്രാമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇൻലൻഡ് നാട്ടിൽ വേണ്ടി അത് ലാസ്റ്റ് 6.5 രൂപ ആകുന്നവരെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അങ്ങ് നിർത്തിയെന്ന് തോന്നുന്നു. പഴയതൊക്കെ ചിലത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പഴയതൊക്കെ കുറച്ച് ആൻറ്റി കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എയറോഗ്രാമിലൊക്കെ ഒരു എഴുത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഭാര്യയും ഭർത്താവും ഒക്കെ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് 2 വർഷം കൂടുമ്പോഴെങ്കിലും അവരൊന്ന് കാണും. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട്, നമ്മൾ ജനിച്ചപ്പം തൊട്ട് കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കർത്താവ് നമ്മളെ വിളിച്ചു നമുക്കറിയാം. കർത്താവ് നമുക്കൊരു സ്വർഗീയ ശരീരം തരും എന്നറിയാം. ഈ പ്രത്യാശ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഈ പ്രത്യാശ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളിൽ ദൈവത്തിൻ്റെ നിറവ് തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറഞ്ഞു പോകുമ്പോഴൊക്കെ ഈ പ്രത്യാശയിലും കുറവ് വരും. ക്രിസ്തീയ ജീവിതം മടുപ്പാവും, പെറുപെറുപ്പാവും.
ഈ ഹല്ലേലൂയ ഈ പ്രത്യാശയിൽ വർദ്ധിച്ചു വരുമ്പോഴൊക്കെ ഇവിടെ അപ്പോസ്തലൻ ഹല്ലേലൂയ സഭയെ ഓർപ്പിക്കുന്ന പോലെ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഈ ബന്ധം വേണ്ടി. 8 വായിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് എന്തുവാ? ധൈര്യപ്പെട്ടില്ലേ? അപ്പം ഇതിനൊരു ധൈര്യം വേണം. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ധൈര്യപ്പെട്ട്. അപ്പം ഞാൻ ഈ ശരീരം വിട്ട്, ഈ ശരീരം ഒരു ദിവസം നേരത്തെ വിട്ടാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ യേശുവിനോട് ചേരണം എന്ന് ഒന്ന് വാഗൊണ്ട് പറയണേലോ ചിന്തിക്കണേലോ വിശ്വസിക്കണേലോ ആഗ്രഹിക്കണേലോ അതിന് ആത്മാവിലുള്ള ഒരു ധൈര്യം വേണം. 6-ാമത്തെ വാക്യത്തിലും പറയുന്നു, 7 ഇവിടെ എല്ലാം പറയുന്നു, അതുകൊണ്ട് ഞാൻ കർത്താവ് പരിശുദ്ധാത്മാവിലുള്ള ധൈര്യപ്പെട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് 8-ാമത്തെ വാക്യത്തിൽ, ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിക്കുവാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇപ്പം നിങ്ങൾ മനസ്സിലായോ? അപ്പോസ്തലൻ ഇവിടെ എല്ലാം പറയുന്നു, തൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ എരിവ്, ആ ശുദ്ധീകരണത്തോടുകൂടി അധികം ആത്മനിറവ് പ്രാപിച്ചുകൊണ്ടാണ് താൻ പറയുന്നത്, ഈ ഹല്ലേലൂയ ശരീരത്തിലിരിക്കുമ്പോൾ എല്ലാം ഞാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്തിരുന്നു കൊണ്ടാണ് ഞാൻ അല്പമൊന്ന് കർത്താവിൽ സന്തോഷിക്കുന്നത്. പക്ഷെങ്കിൽ സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ കൂടെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട്, സമീപസ്ഥനായിട്ട്, ഭവനക്കാരനായിട്ട്, യേശുവിൻ്റെ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം വെച്ചിരിക്കുന്ന. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന 1-ാമത്തെ വാക്യം എന്തുവാ പറയുന്നത്? ഈ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത അതിനൊരു പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിന് അപാകതകളുണ്ട്. എല്ലാവരുടെയും ശരീരത്തിന് എന്തുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ അപാകത ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ട് നമ്മുടെ എല്ലാ ശരീരത്തിനും എന്തുണ്ട്? അല്ലല്ല, എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പ്രായമായി വരുമ്പോൾ കൂടിക്കൂടി വരിക പ്രശ്നങ്ങൾ. ഒരു മനുഷ്യൻ്റെ കൈ തൊടാത്ത, ഒരു മനുഷ്യൻ്റെ പദ്ധതി അല്ലാതെ നമുക്ക് വേണ്ടി കർത്താവ് പണിയുന്ന ഒരു സ്വർഗീയ ഭവനം മാത്രമല്ല, ഒരു സ്വർഗീയ ശരീരവുമുണ്ട്. ഈ താൽക്കാലിക ശരീരം പോകട്ടെ, അത് കർത്താവ് പറയുന്നത് വരെ ഓടട്ടെ, അത്രയേ ഉള്ളൂ. ഇതിനെ അങ്ങോട്ട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആരും നോക്കണ്ട. ഈ സ്വർഗീയ ശരീരം കാഹളമൂതുന്നവരെ അല്ലെ കർത്താവ് അതിന് ഒരു ദിവസം വെച്ചിട്ടുണ്ട്, അതുവരെ ഓടട്ടെ. ആ ഓട്ടം എല്ലാം ഞാൻ എങ്ങനെ ആയിരിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഞരക്കമാണോ വരുന്നത്? ഈ ഭൗമിക ലോകത്തിൻ്റെ വിഷയങ്ങൾ കർത്താവെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞരങ്ങുവാണോ? അതോ സ്തോത്രം അല്ലെ എനിക്ക് എൻ്റെ കർത്താവിനോടുകൂടി ചേർന്ന് വസിക്കുവാൻ കഴിയുന്നില്ലല്ലോ? പക്ഷേ പ്രത്യാശ നിറഞ്ഞ് അപ്പോസ്തലൻ ദൈവസഭയെ ഓർപ്പിക്കുക, ആ നാളിൽ, ഏത് നാളിലാണ്? ആ നാളിൽ ഞാൻ അവനെ മുഖാമുഖം കാണും. അതാണോ നമ്മുടെ പ്രത്യാശ ദൈവമക്കളെ? അതാണെങ്കിൽ, അത് നമ്മുടെ പ്രത്യാശയാണെങ്കിൽ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മളത് പറയും, സഹോദരങ്ങളെ കാണുമ്പോൾ നമ്മളത് പറയും, നമ്മുടെ പ്രബോധനത്തിൻ്റെ അകത്ത് അത് കാണും നിശ്ചയം. അത് നമ്മുടെ പ്രത്യാശയാണെങ്കിൽ സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് അത് കാണും, നമ്മുടെ ഉപവാസത്തിൻ്റെ വിഷയത്തിനകത്ത് അത് കാണും. കർത്താവേ ഹല്ലേലൂയ, സ്വർഗീയ, ഞാൻ പറഞ്ഞില്ലേ, സ്വർഗീയ ശരീരം എന്ന് പറയുന്നത് വെണ്മയാം വസ്ത്രമാ. വെളിപ്പാട് ദിവസം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാ. അത് ഏത് ദൂതനോടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ? ഒരു ദൂതന് പോലും യോഗ്യതയില്ല യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കാൻ. യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ യോഗ്യയില്ല. അവർ നിന്നുകൊണ്ടാണ് അവർ പാടുന്നത്. ബൈബിളിൽ നമ്മൾ കണ്ടതാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന് സിംഹാസനത്തിലോ കസേരയിലോ ഇരിക്കാൻ, അവിടെ വന്ന് മുട്ടുമടക്കാൻ പോലും എന്തില്ല ഒരു ദൂതന്. അപ്പോഴാണ് ദൂതനേക്കാൾ ശ്രേഷ്ഠമായിട്ട് അനുസരണം മാത്രമുള്ള, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു ഭാഗമാണ്, അനുസരണം മാത്രമുള്ള സ്വർഗത്തിലുള്ള ദൂതന്മാരെക്കാൾ, സ്വർഗീയ സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് നമ്മുടെ മേലുള്ള വിളി. പഴയ നിയമ ഭക്തന്മാരെക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് യേശുവിൽ കൂടെ നമ്മുടെ മേലുള്ള വിളി. പ്രൈസ് ദി ലോർഡ്. വിളിയുടെ ശ്രേഷ്ഠത അനുസരിച്ച് നമുക്ക് ഈ ദിവസങ്ങൾ നിൽക്കുവാൻ, അതിൻ്റെ ഇടയ്ക്ക് ഈ താൽക്കാലികമായ ഭൗമിക വിഷയങ്ങൾ കയറി വരല്ലേ. ഈ ഭൗമിക വിഷയങ്ങൾ എത്രത്തോളം കയറി വരുന്നോ അത്രത്തോളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മടുപ്പിക്കും. പ്രത്യാശ മങ്ങുന്ന അവസ്ഥകളൊന്നും വരാതിരിക്കാൻ എൻ്റെ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാ? എൻ്റെ ഭാര്യയാണോ? മക്കളാണോ? അപ്പനും അമ്മയാണോ? നിങ്ങളാണോ? എൻ്റെ ജീവിതം പ്രത്യാശ മങ്ങിപ്പോകാതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഞാനാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇത് വ്യക്തിപരമായ, അതിൻ്റെ കുടുംബം, സാഹചര്യം ഒന്നും നമുക്ക് കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. ആര് നിന്നാലും നിന്നില്ല, ഞാൻ എൻ്റെ കുടുംബത്തെ മുഴുവൻ എൻകറേജ് ചെയ്യും, സഭ എൻകറേജ് ചെയ്യും, കൂട്ടു സഹോദരങ്ങളെ എൻകറേജ് ചെയ്യും. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എത്രത്തോളം ഉണ്ട് നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യും. പക്ഷേ അവർ നിന്നാലും നിന്നില്ലേലും നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തമായിട്ട് നിൽക്കാം. നമ്മുടെ കുടുംബത്തിന് അങ്ങ് നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ, സഭയായിട്ട് അങ്ങ് നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. വചനത്താൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ.